അതുല്യയുടെ മരണത്തെക്കുറിച്ച് ഇതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതില്ല, എത്ര വീഡിയോ മോളെ നിനക്ക് ബോറാവുന്നില്ല? ഭർത്താവിന്റെ കൊടിയ പീഡനത്തെ തുടർന്ന് UAE ഷാർജയിൽ 1.5 വയസ്സുകാരി മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ജീവനൊടുക്കിയതിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അതേ നഗരത്തിൽ നിന്ന് വീണ്ടും സമാനമായ ദുരന്തം. തന്നെ സതീഷ് ക്രൂരമായി മർദ്ദിക്കുന്ന വിവരം അതുല്യ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. ഗാർഹിക പീഡന കേസിൽ ഇനി ആവർത്തിക്കില്ലെന്ന് എഴുതിക്കൊടുത്ത് മാപ്പ് പറഞ്ഞ് സതീഷ് തടിയൂരി. പിന്നാലെ വീണ്ടും മർദ്ദന പരമ്പര. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നും അതുല്യയുടെ മാതാവ് 24-നോട് പറഞ്ഞു. എന്റെ മോളെ അടിച്ചു കൊന്നതായിരിക്കും, അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതായിരിക്കും, അല്ലാതെ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ല. അവന് സംശയരോഗമാ. എന്റെ മോൾക്ക് നീതി കിട്ടണം. എന്റെ മോളെ അവൻ കൊന്നതാ. ഒരിക്കലും എന്റെ മോൾ ആത്മഹത്യ ചെയ്യത്തില്ല. ഈ കേസ് തെളിയിക്കണം. എന്ത് പറഞ്ഞാലും അവന് ശിക്ഷ കൊടുക്കണം. സതീഷ് മൃഗീയമായി പെരുമാറുന്ന വ്യക്തിയാണെന്നും മദ്യത്തിന് അടിമയായിരുന്നുവെന്നും അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള. ഓവർ മദ്യപാനമാവുന്ന സമയത്ത് ഒരുപാട് അക്രമത്തിനവയും വളരെ മൃഗീയമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ മകൾ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയായിരുന്നു. അവൾ ഒരിക്കലും അത് ചെയ്തിരുന്ന എൻ്റെ വിശ്വാസം. എൻ്റെ മോള് ഒരിക്കലും ആത്മഹത്യ ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. അങ്ങനെയുള്ളവൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എനിക്കറിയാൻ. അതുല്യ നേരിട്ട കൊടുപീഡനങ്ങൾ സുഹൃത്തും സാക്ഷ്യപ്പെടുത്തുന്നു. വിളിച്ചിട്ട് ഞാൻ വിളിച്ച് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്കിനി സഹിക്കാൻ വയ്യടി, എനിക്ക് നിൽക്കാൻ വയ്യ, അയാളെന്നെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്ന്. നന്നായിട്ട് അയാൾ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് അവളെ. ആള് നല്ല മദ്യപാനിയാണ്. മദ്യപിച്ച് വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അയാൾ ചെയ്യുന്നത് അവളെ. സുഹൃത്തുക്കളായ പെൺകുട്ടികളോട് സംസാരിച്ചാൽ പോലും മർദ്ദിക്കുന്നതിനും സംശയരോഗത്തിന് അടിമയായിരുന്നു സതീഷെന്ന് അതുല്യയുടെ കുടുംബം തറപ്പിച്ചു പറയുന്നു. ജോലിക്ക് പോലും വിടാതെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു. 10 വയസ്സുകാരി മകൾക്ക് വേണ്ടി അതുല്യ എല്ലാം സഹിച്ചു. ഒടുവിൽ മാതാപിതാക്കളെ തേടിയെത്തിയത് അതുല്യയുടെ മരണവാർത്ത. ന്യൂസ്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിലെ തെറ്റുകാർ അതുല്യയോ അതുല്യയുടെ ഭർത്താവോ മാത്രമല്ല. ഇതിലെ തെറ്റുകാർ അവരുടെ പൂർണ്ണമായിട്ട് അതുല്യയുടെ ഫാമിലിയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ, അച്ഛനും അമ്മയോടും പറയുമ്പോൾ ഇതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യണം. എന്നല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് കൂട്ടിയിട്ട് വരണം. അല്ലെങ്കിൽ വീട്ടിൽ വേണ്ട ഡിവോഴ്സ് എടുത്തിട്ട് വരാലോ, ഡിവോഴ്സ് ചെയ്യാലോ. എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം? അത് കടിച്ചു തൂങ്ങി നിന്നിട്ടല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങൾ മകന് ഒരു നല്ല മനസ്സുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ ഒരു വരുമാനം തിരഞ്ഞെടുക്കുന്നത്. ഒരു ജോലിയുണ്ടോ, അവൻ്റെ വീട്ടിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, എന്തുണ്ടാകും, നിന്നിട്ട് 48, 50, 100 പവൻ കൊടുത്തിട്ട് കല്യാണം കഴിക്കും. എന്നിട്ട് ആ കുട്ടിക്ക് സമാധാനമുണ്ടോ, ആ മോൾക്ക് സമാധാനമുണ്ടോ എന്ന് നോക്കില്ല. ഒരു കുഞ്ഞായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയും കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നു. കുഞ്ഞിന് വേണ്ടി എന്താ മണ്ണാങ്കട്ടയാണോ ജീവിക്കുന്നത്? കുഞ്ഞിന് വേണ്ടി ജീവിക്കുക. കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിച്ചാൽ മതിയോ? അവർക്ക് ജീവിക്കണ്ടേ? ആ മോൾക്ക് വേണ്ടി ജീവിക്കണ്ടേ? ജീവിതകാലം മുഴുക്ക 20 വയസ്സ് വരെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുക. 20 വയസ്സ് കഴിഞ്ഞാൽ ഭർത്താവിനും വേണ്ടി ജീവിക്കുക. ഒരു അമ്മയായി കഴിഞ്ഞാൽ മകൾക്ക് വേണ്ടി ജീവിക്കുക. ഇത് തന്നെയാണോ പെണ്ണുങ്ങൾക്ക് എപ്പോഴുള്ള അവസ്ഥ? അങ്ങനെയാണോ വേണ്ടത്? ആദ്യം ഇവിടുത്തെ സിസ്റ്റം വളരെ മോശമാണ്. വീട്ടിൽ വന്ന് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ പിരിഞ്ഞോ ഇരുന്നാൽ എന്താ പ്രശ്നം? അവർക്ക് ജീവിക്കാൻ പറ്റില്ലേ? സ്വരച്ചേർച്ചയില്ലാതെ ജീവിക്കുന്നതിന് നല്ലത് നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ? അതെന്താ നിങ്ങൾ ഇപ്പോഴും അച്ഛനും അമ്മയും ഫ്രണ്ട്സും മനസ്സിലാക്കാത്തത്? പരനാറികളെ, എന്താ മനസ്സിലാക്കാത്തത്? എത്ര ജീവനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ലോകത്ത് എത്ര ജീവനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? 10 ദിവസം മുൻപല്ലേ ഒന്ന് വിഭജിക്കാൻ നടന്നത്. ഇപ്പോൾ അത് അതില്ല. ഇതെന്താ നിങ്ങൾ എവിടേക്കാണ് ഈ ലോകം പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ നാട്ടുകാരെ എന്തിനാണ് നിങ്ങൾ ബോധിപ്പിക്കുന്നത്? മോള് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോട് ജീവിക്കാൻ പറ്റാതെ തിരിച്ച് വന്നാൽ നാട്ടുകാരെ നിങ്ങൾ എന്തിനു ബോധിപ്പിക്കണം? അതാണ് എനിക്ക് ചോദിക്കുന്നത്. നാട്ടുകാരെ നിങ്ങൾ എന്ത് ബോധിപ്പിക്കണം? നാട്ടുകാരെന്ത് പറയും? വീട്ടുകാരെന്ത് പറയും? കുടുംബക്കാരെന്ത് പറയുമെന്ന് നിങ്ങൾ എന്തിനു ചിന്തിക്കണം? ഇനി ഈ കാര്യത്തിൽ അങ്ങനെ നടന്നു എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല, കേസ് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. അവൻ്റെ തന്ത്രം കൊണ്ട് തിരിച്ച് വീണ്ടും പോയതായിരിക്കും. ആ കുട്ടിയുടെ ഓഡിയോ ക്ലിപ്പുകളും എല്ലാം കേൾക്കുമ്പോൾ അതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നാലും മാതാപിതാക്കൾ പഠിക്കുന്നില്ലല്ലോ. ഇതുപോലെ വീണ്ടും 50, 100 പവൻ എടുത്ത് കല്യാണം കഴിപ്പിച്ചിട്ട് അവസാനം ആ പെൺകുട്ടി മരണത്തിനിരയാവുകയല്ലേ ചെയ്യുന്നത്? ഇനിയെങ്കിലും പഠിച്ചൂടെ മാതാപിതാക്കളെ, ആങ്ങളമാരെ?
പഠിച്ചുകൂടെ നിങ്ങൾക്ക്? നിങ്ങളുടെ പെങ്ങളെ നിങ്ങളൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അവളെ ഇനി അവളുടെ മേലെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നീ അഡ്ജസ്റ്റ് ചെയ്തിരിക്കൂ എന്നല്ല പറയേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവിടെ വഴക്കുണ്ടാവുന്നത് അല്ലേ? ചിലപ്പോൾ അവളുടെ കയ്യിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷേ അവൾക്ക് ശരിയാണത്. ആ കുട്ടിക്ക് അത് ശരിയായതുകൊണ്ടാണ് അവിടെ വഴക്കുണ്ടാവുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ശരിയും ഇവൻ്റെ ശരിയും നമ്മൾ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വേണ്ട വെച്ചിട്ട് വരിക. അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും. ചിലപ്പോൾ മിസ്റ്റേക്കുകളുണ്ടാവും, ഇല്ലയെന്നല്ല പറയുന്നത്. പെൺകുട്ടികളുടെയും മിസ്റ്റേക്കുള്ള പെൺകുട്ടികൾ ഒരുപാടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അവർക്ക് ശരിയാണത്, അവരുടെ ശരിയിലാണ് അവർ വളരുന്നത്. അപ്പോൾ അവർക്കത് ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ബന്ധം വേർപെടുത്തുക, അതേ വഴിയുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് അതേ വഴിയുള്ളൂ. അല്ലാതെ എന്തിനും തൊട്ടതിനും പിടിച്ചതിനും ബന്ധം വേർപെടുത്തുന്നു പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവനവൻ്റെ ശരിയിലാണ് അവനവൻ ജീവിക്കുന്നത് അല്ലേ? അപ്പം ആ കുട്ടിക്ക് ആ ശരി, ഇവനെ ഈ ശരി, ഈ രണ്ടുപേരുടെ ശരി നമ്മൾ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ബന്ധം വേർപെടുത്ത് വരിക, മക്കളെ ജീവിക്കും. അല്ലാതെ ഈ വഴക്കുണ്ടാകുന്ന അച്ഛനും അമ്മേൻ്റെ ഇടയിൽ ഇരുന്ന് ജീവിക്കണം എന്നാണോ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എല്ലാവരോടും, ഒരു മാതാപിതാക്കളോടും, ബ്രദേഴ്സ് ആൻഡ് എല്ലാവരോടും പറയുകയാണ്, ദയവ് ചെയ്ത് ഇതുപോലെ ഒരു മോള് വന്നിട്ട് ഇങ്ങനെ പരാതി പറയുകയാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മധ്യസ്ഥത വഹിക്കാൻ പോവണ്ട. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ അവരെ തമ്മിൽ പ്രശ്നം പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഒരാൾ പറഞ്ഞിട്ട് തീരില്ല. അത് താൽക്കാലികമാണ്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. കോടതിയല്ല ഏത് അപ്പൻ ഏത് മയിലുകൾ പറഞ്ഞാലും നടക്കില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നവും പറഞ്ഞ് തീർക്കണം. അല്ലാതെ മൂന്നാമതൊരു വ്യക്തി പറഞ്ഞിട്ട് അത് തീർക്കണമെങ്കിൽ താൽക്കാലികം മാത്രമായിരിക്കും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എല്ലാ മൈലുകളും മനസ്സിലാക്കുക. കുടുംബക്കാരും അച്ഛനും അമ്മയും